ഇത് ഗ്രേറ്റ് ഡെൻ എന്ന് പറയുന്ന ഇനമാണ്. ഇയാളെ ഞങ്ങൾ വിളിക്കുന്ന കില്ലർ എന്നാണ്. പക്ഷെ ആ സ്വഭാവമൊന്നുമില്ല. മനുഷ്യരുമായിട്ട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു പ്രത്യേകത, ആളുടെ ദേഹത്ത് ചാടി കയറും. കഴുത്തെ അപ്പുറവും ഇപ്പുറവും കാല് വെച്ച് കയറി നിൽക്കുന്നതാണ് ഇയാളുടെ സ്ഥിരം ഒരു പരിപാടി. എല്ലാ ഗ്രേറ്റ് ഡേനും ഇത് തന്നെയാണ്. പിന്നെ ഇവരിപ്പോൾ 2 വയസ്സാവുന്നു. സ്റ്റഡ് മെയിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇയാൾക്ക് കുറേ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. കുട്ടികളും ഇവിടെ ഉണ്ട് ഇപ്പോഴും. പിന്നെ എല്ലാവരോടും കൊച്ചുങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഫുട്ബോളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കളിക്കുന്നതിനൊക്കെ നിൽക്കും. ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ഇല്ല. അതാണൊരു പ്രത്യേകത. പിന്നെ കുരയ്ക്കും. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കുരയ്ക്കും. എല്ലാവരോടും നല്ല സ്നേഹമാണ്. മറ്റ് ആനിമൽസിനെ ഒന്നും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇയാളുടെ ശരീരം വെച്ച് മറ്റ് ഡോഗിനെയൊക്കെ കടിക്കുകയോ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളുമില്ല. ഇത് ബ്രിൻഡിൽ എന്ന് പറയുന്ന കളറാണ്. ടൈഗർ പഞ്ച് എന്നൊക്കെ പറയും. ഇതിന് ഇറങ്ങിയ കുട്ടികളെല്ലാം ഈ കളറൊക്കെയാണ് കൂടുതലും ഇറങ്ങിയിരിക്കുന്നത്. വേറെ ഫോൺ കളറുണ്ട്, വേറെ ഒത്തിരി കളറുണ്ട്. എനിക്കൊരു ഇഷ്ടപ്പെട്ട കളർ ഇതായതുകൊണ്ട് ഇതിനെ എടുത്ത് വേറെ ഫോൺ കളറായിട്ട് മേറ്റ് ചെയ്ത് കുട്ടികളൊക്കെ നമുക്ക് കിട്ടിയതും ഇവൻ്റെ കളർ തന്നെയാണ് കിട്ടിയത്. ഇവരുടെ അച്ഛൻ ചാമ്പ്യൻ ലൈനിലുള്ളതായിരുന്നു. അതല്ല, ഞാനതിൻ്റെ പേപ്പർ അന്ന് മേടിച്ചിട്ടില്ല. പിന്നെ അമ്മ നോർമലായിരുന്നു. അതിന് കേസ് ഇതിനെല്ലാം കെന്നൽ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവന് അതില്ല. ഇവന് നമ്മളന്ന് അത് കിട്ടിയില്ലായിരുന്നു. തരാമെന്നൊക്കെ പറഞ്ഞു, പിന്നെ തന്നിട്ടില്ല. പിന്നെ നമുക്കും അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറമെ പോയില്ല. പക്ഷേ രാവിലെ ചിക്കനും ചോറും കൊടുക്കും. വൈകിട്ട് ഡോഗ് ഫുഡ് ഉണ്ടല്ലോ, അതാണ് ഒരു നേരം. പിന്നെ ന്യൂട്രിഷൻ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് ഡെയിലി കൊടുക്കും. മുട്ട, പിന്നെ ഇവിടുത്തെ കൊച്ചുങ്ങളെ കഴിക്കുന്ന ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കും. അതൊക്കെ കഴിക്കും. ഇത് പച്ചക്കറി മത്തങ്ങ ഒക്കെ കൂടുതൽ കൊടുക്കും. ചിക്കൻ്റെ കൂടെ നമ്മൾ മത്തങ്ങയും പിന്നെ വെണ്ടയ്ക്ക അതൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത്. വിരയുടെ ശല്യമൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാസത്തിലൊരു പ്രാവശ്യം വിര ഇളക്കും. അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ ചെയ്തതാണ്. വെളിയിലിറങ്ങിയാണ് കാര്യങ്ങളൊക്കെ സാധിക്കും. നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെളിയിൽ പോയിട്ട് തുറന്ന് കൂട്ടി വന്ന് കയറും. പിന്നെ ഇതിനെ കാണുമ്പോൾ ആൾക്കാർ പേടിക്കും അത്ര. പക്ഷെ ആൾ പാവമാണ്. ഇത് നേരെ നിന്ന് കഴിഞ്ഞാൽ 6 അടി കൂടുതലുണ്ട്. 6.5 അടി ഹൈറ്റ് ഉണ്ട് ഇവർ. നേരെ ഇപ്പം നമ്മൾ ഇങ്ങനെ കയറി കൈപൊക്കി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ 6.5 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റേതായ അക്രമ സ്വഭാവങ്ങളൊന്നുമില്ല. അസുഖങ്ങളെന്ന് പറഞ്ഞാൽ കാലിലൊക്കെ ചെറിയ മുറിവ് വരും. അത് നമ്മൾ ഡോക്ടറെ അടുത്തൊന്നും പോകാറൊന്നുമില്ല. അത്യാവശ്യം ഒരു ഗുളികയും സ്പ്രേയും ഒക്കെ നമ്മൾ തന്നെ കൊടുത്ത് അങ്ങ് നിർത്തുന്നു. അല്ലാതെ സ്കിൻ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇതിന് വരാറില്ല. ഇയാൾ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനാണ് കുട്ടി പ്രസവിക്കുക. അതിൻ്റെ പീരീഡ് 60 ദിവസമാണ്. 60 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 78 ദിവസം വരെ പോകുന്നതുണ്ട്. 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമൽ ഡെലിവറി നടക്കുന്നത്. ഇയാളുമായിട്ട് മേറ്റ് ചെയ്തൊക്കെ 60 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ടുണ്ട്. അതിനകത്ത് 9 കുട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. 13 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. 15 രൂപ. പക്ഷേ ഇത് എറണാകുളം സൈഡിലോട്ടൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഡോബർമാനും ഇതിനൊക്കെ എറണാകുളം സൈഡിൽ ആണെങ്കിൽ 45, 50 ഒക്കെയാണ്. ഇവിടെ കൊല്ലം, തിരുവനന്തപുരത്ത് ഇതിന് അധികം വിലയില്ല. ഇത് ഗാർഡിങ് പർപ്പസാണ് കൂടുതലും ഇതിനെ ഉപയോഗിക്കുന്നത്. അന്നേരം മറ്റ് കൃഷിയൊന്നും മറ്റൊരു ജീവികളൊന്നും നശിപ്പിക്കാതിരിക്കാനൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫാമിലിയിൽ എല്ലാവരുമായിട്ടും നല്ല സ്നേഹമാണ്. അമ്മയാണ് ഇതിൻ്റെ ചോറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമാണ്. അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അപ്പുറത്തൊക്കെ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് ഇത് നടത്താൻ പറ്റത്തുള്ളൂ. എല്ലാവരും ആയിട്ടും നല്ല അടുപ്പം അവർക്കും ഉണ്ട്. അവർക്ക് ഇതിനോടും നല്ല സ്നേഹമാണ്. കൃത്യമായി വിരയൊക്കെ ഇളക്കി നോക്കുകയാണെങ്കിൽ 10, 13 വർഷം വരെ, 15 വർഷം വരെയൊക്കെ പോവും. പിന്നെ ചിലത് അതിനെ നോക്കുന്ന കണക്കിരിക്കും. അതിൻ്റെ ഫുഡും അതിന് വ്യായാമം ചെയ്യണം. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നാൾ നമ്മുടെ കൂടെ കാണും. ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും നടത്തിക്കണം. അതിനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രീഡിനെ ആൾക്കാർ നോക്കുന്നുള്ളൂ. വൈഫിൻ്റെ ആങ്ങളുടെ നിശ്ചയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസമോ 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. വരുമ്പോഴും നമ്മുടെ വണ്ടിയുടെ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുകയാലോ കാറിൻ്റെ സൗണ്ട് കേൾക്കുകയോ ഇവിടെ ഭയങ്കര ബഹളമാണ്. നമ്മൾ ചെന്ന് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ചെന്നൊന്ന് തടവിയിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അത് അവർക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഞാനില്ലാത്ത സുഹൃത്തുക്കളും ഒരു അനിയനും ഉണ്ട്. അവരൊക്കെയാണെന്ന് നോക്കുന്നത്. മണികണ്ഠനെന്നും സന്തോഷം എന്ന് പറയുന്നത് അവരൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നമ്മളില്ലാത്തപ്പോൾ ഒന്ന് നോക്കുന്നത്. അവരോടും ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ വരുമ്പോൾ അതിനൊരു എന്തോ ഒന്ന് പ്രത്യേക ഒരു സന്തോഷമാണ്. നമ്മളെ കാണുമ്പോൾ നമ്മൾ 2-3 ദിവസം ഇല്ലാതിരുന്ന് ഇങ്ങോട്ടൊന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു